ഹലോ ലോയിറ്റെ, വെൽക്കം ടു ഡോയ്സ് വിത്ത് മീ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീറ്റിങ്സ് ഇൻ ജർമ്മനിൽ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രീറ്റിങ്സ് ആണ്. ഗ്രീറ്റിങ്സിന് ജർമ്മനിൽ പറയുന്നത് ബെഗ്രൂസൻ എന്നാണ്. ബെഗ്രൂസൻ. അപ്പം ഫസ്റ്റത്തെ ഗ്രീറ്റിംഗ് എന്താണ്? ഹലോ. ഹലോയുടെ മീനിങ് ഹലോ. യൂഷ്വലി നമ്മൾ പറയുന്നതാണ് ഹലോ എന്ന്. ഓക്കെ, ഇനി അടുത്തത് ഗുട്ടൻ ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് ഡേ. ഇത് നമുക്കൊരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കൊരു കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്തിട്ട് ഹലോ ഗുട്ടൻ ടാഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കോൺവെർസേഷൻ തുടങ്ങാം. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഗുട്ടൻ മോർഗൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഗുട്ടൻ ആബൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് ഈവനിങ്. നെക്സ്റ്റ് നോക്കൂ, ഗുട്ടൻ നാഹ്റ്റ് ഗുഡ് നൈറ്റ്. ഗുട്ടൻ നാഹ്റ്റ് അല്ല, ഗുട്ടേ നാഹ്റ്റാണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഗുട്ടൻ മോർഗൻ ഗുട്ടൻ ആബൻഡ് പോലെ തന്നെ ഗുട്ടൻ നാഹ്റ്റ് എന്ന് പറയുന്നത് അത് തെറ്റാണ്. ഗുട്ടേ നാഹ്റ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് ചൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ. ഇത് ഇൻഫോർമൽ വേ ആണ്. അതായത് ഇൻഫോർമൽ സിറ്റുവേഷനിൽ നമ്മൾ ബൈ പറയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ കോൺവെർസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ചൂസ് പറയണം. നേരെ മറിച്ചൊരു ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഔഫ് വിഡർ സേൻ എന്ന് പറയണം. ഔഫ് വിഡർ സേൻ. ഇനി നെക്സ്റ്റ് നോക്കൂ, ഔഫ് വിഡർ ഹ്യോറൻ ബൈ തന്നെയാണ്. പക്ഷേ എന്താണ്, നമ്മളൊരു ടെലിഫോൺ കോൺവെർസേഷനിൽ നമ്മൾ പറയത്തില്ലേ വീണ്ടും വിളിക്കാമെന്നോ അല്ലെങ്കിൽ ഓക്കെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് എൻഡ് ചെയ്യത്തില്ലേ. അതായത് ടെലിഫോൺ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നതാണ് ഔഫ് വിഡർ ഹ്യോറൻ, വീണ്ടും കേൾക്കാമെന്നുള്ള ഒരു മീനിങ് വരുന്നത്. ഇനി നെക്സ്റ്റ് ബിസ് ബാൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി യു സൂൺ. അതേപോലെ തന്നെ ബിഷ് സ്പേറ്റർ, സി യു ലേറ്റർ. ബിസ് സ്പേറ്റർ, സി യു ലേറ്റർ. അത് രണ്ടും സെയിം മീനിങ് ആണ്. അതൊക്കെ നമ്മളിപ്പം ബൈ പറഞ്ഞ് സി യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞു പോകത്തില്ലേ, അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബിസ് ബാൾഡും ബിസ് സ്പേറ്ററും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്രീറ്റിങ്സ് ഇൻ ജർമ്മൻ ഉള്ളത്, ബെഗ്രൂസൻ ഉള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളൊരാളെ പരിചയപ്പെടുമ്പം അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരാളെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കൂ, വി ഗേതസ് ഡിയർ ഓർഡർ ഈനൻ. ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറെന്നാണ് കേട്ടോ. അപ്പം വി ഗേതസ് ഡിയർ എന്ന് ചോദിക്കുവാണെങ്കിൽ ഹൗ ആർ യു എന്ന് നമ്മൾ ഇൻഫോർമലി ചോദിക്കുന്നതാണ്, ഇൻഫോർമൽ സിറ്റുവേഷനിൽ. ഇനി ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ അത് വി ഗേതസ് ഡിയർ മാറി ഈനനാവും. വി ഗേതസ് ഈനൻ, ഹൗ ആർ യു, താങ്കൾക്ക് സുഖമാണോ എന്നുള്ളൊരു മീനിങ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് പറയേണ്ടത്? മിയ ഗേതസ് ഗുഡ്, അല്ലെങ്കിൽ മിയ ഗേതസ് നിഷ്ട് സോ ഗുഡ്, ഞാൻ അത്രയ്ക്ക് ഓക്കെ അല്ല എന്നുള്ള മീനിങ്. അപ്പോൾ നമ്മളിത് പറയുമ്പം ഒന്നെങ്കിൽ അവസാനം ഡാങ്കെ പറയുക, അല്ലെങ്കിൽ ആദ്യം ഡാങ്കെ പറയുക. അപ്പം ഇവർ ചോദിക്കുകയാണ് വി ഗേതസ് ഡിയർ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് പറയാം ഡാങ്കെ മിയ ഗേതസ് ഗുഡ്, അല്ലെങ്കിൽ മിയ ഗേതസ് ഗുഡ് ഡാങ്കെ und ഡിയർ. നമ്മൾ തിരിച്ചും സെയിം ആ ഫോമിൽ ചോദിക്കണം. അതിപ്പോൾ ഡിയർ വെച്ചിട്ടാണ് നമ്മളോട് ചോദിച്ചെങ്കിൽ ആ ഫോമിൽ നമ്മൾ പറയുക, അല്ലെങ്കിൽ ഫോമലായിട്ടാണ് ചോദിച്ചെങ്കിൽ ഈനൻ പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ താങ്കൾക്കോ അല്ലെങ്കിൽ നിനക്കോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മളോട് ഒരാൾ നമ്മുടെ പേര് ചോദിക്കുവാണ്. വി ഹൈസൻസി, ഹൗ ആർ യു കോൾഡ്, വി ഹൈസൻസി. അപ്പം നമ്മൾ പറയാണ്, ഉത്തരം പറയാണ് ഇഷ് ഹൈസെ യൂലിയ. ഇനി അവിടെ ഗ്രീനിൽ കൊടുത്തേക്കുന്നത് ഇൻഫോർമലാട്ടോ. ഗ്രീൻ ലെറ്റേഴ്സിൽ കൊടുത്തേക്കുന്നത് ഇൻഫോർമലാണ്. വി ഹൈസ്റ്റ് ദു, ഇൻഫോർമലായിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, അല്ലെ ഹൗ ആർ യു കോൾഡ് എന്നുള്ള. വി ഹൈസൻസി und വി ഹൈസ്റ്റ് ദു. അപ്പോൾ നമ്മൾ ആൻസർ പറയേണ്ടത് ഇഷ് ഹൈസെ യൂലിയ, എന്താണ് നമ്മുടെ പേര് അത് പറയാം. നെക്സ്റ്റ് നമുക്കൊരാൾ എവിടെ നിന്നാണ് വരുന്നത് എന്നറിയണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും?
ആ ക്വസ്റ്റ്യൻ ആണ് വോയർ കൊമ്മൻസി. വോയർ കൊമ്മൻസി. അതേപോലെ തന്നെ ഇൻഫോർമൽ ചോദിക്കുന്നതാണ്. കൊമ്മൻസി അതായത് സി ഫോം ഫോർമലാണ്, ദു ഫോം ഇൻഫോർമലാണ്. അപ്പം വോയർ കൊമ്മൻസി എന്നുള്ളത് ഫോർമലാണ്, താങ്കൾ എവിടെ നിന്ന് വരുന്നു. അതുപോലെ തന്നെ ദു ഫോമിൽ എങ്ങനെ ചോദിക്കാം, വോയർ കൊംസ് ദു, നീ എവിടെ നിന്ന് വരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ പറയാം, ഇഷ് കൊമെ ഔസ് സ്പാനിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ സ്പെയിനിൽ നിന്നാണ് വരുന്നത്. ഇനി അടുത്തത്, നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരാൾ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വോ വോണൻസി, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ വോ വോൺസ് ദു, നീ എവിടെയാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ പറയാം ഇഷ് വോണെ ഇൻ ബെർലിൻ, ഞാൻ ബെർലിനിലാണ്, അല്ലെങ്കിൽ ഇഷ് വോണെ ഇൻ കേരള, ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത് എന്നുള്ള മീനിങ്. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു വി ഹൈസെൻസി എന്ന് നമുക്ക് പേര് ചോദിക്കാം, ഒരാളുടെ പേരറിയാൻ വേണ്ടി നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റിയ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. വി ഈസ് യുവർ നാമേ, ഇതും താങ്കളുടെ പേര് എന്താണെന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ വി ഈസ് ദൈൻ നാമേ, ഫോർമൽ ഇൻഫോർമൽ. അപ്പോൾ നമുക്ക് എന്താ പറയുക, മൈ നാമേ ഈസ്റ്റ് മരിയ, എൻ്റെ പേര് മരിയ എന്നാണ്. അതേപോലെ തന്നെ വേ സിൻസി, വേർ സിൻസി എന്ന് ചോദിച്ചാലും ഹു ആർ യു എന്ന് ചോദിക്കത്തില്ല നമ്മൾ, അതായത് താങ്കൾ ആരാണെന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നീ ആരാണെന്ന് ചോദിക്കുകയാണ്, വേർ ബിസ് തു. അപ്പോൾ നമുക്ക് ആൻസർ പറയാം ഇഷ് ബിൻ മരിയ, ഐ ആം മരിയ, ഞാൻ മരിയയാണ്. ഇനി ഒരാൾ നമ്മളോട് ഏജ് ചോദിക്കുകയാണ്, എങ്ങനെയായിരിക്കും ചോദിക്കുക, വി ആൾട്ട് സിൻസി, അതായത് വി ആൾട്ട് സിൻസി ഫോർമൽ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വി ആൾട്ട് ബിസ്തു, നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുവാണ്. അപ്പം നമ്മൾ ആൻസർ പറയണം ഇഷ് ബിൻ ഐനുൻ 30 യാറെ ആൾട്ട്, 31 years ഓൾഡ്. അല്ലെങ്കിൽ എത്രയാണോ നമ്മുടേത്. ഇപ്പോൾ നമ്പേഴ്സ് നമുക്കറിയാം, മുമ്പത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം ആ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കുക, നമ്പേഴ്സിൻ്റെ എങ്ങനെയാണ് നമ്പേഴ്സ് പറയാന്നുള്ളത്. അപ്പം 31 എന്താ പറയുന്നത്, ഐനുൻ 30. നെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി നമുക്ക് ഒരാളുടെ ഫോൺ നമ്പർ വേണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും, വി ഈസ് തിയറെ ഹാൻഡി ന്യൂമർ, താങ്കളുടെ ഫോൺ നമ്പർ എന്താണ്, അല്ലെങ്കിൽ വി ഈസ്റ്റ് ദൈനെ ഹാൻഡി ന്യൂമർ, നിൻ്റെ ഫോൺ നമ്പർ എത്രയാണ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ആൻസർ പറയുക, മൈൻ ഹാൻഡി ന്യൂമർ ഈസ്റ്റ് 7 6 8 9 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്പർ പറയാം. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും നമ്മൾ ചോദിക്കുക, നമ്മളൊരാളുടെ പ്രൊഫഷൻ, അതായത് അവരുടെ തൊഴിൽ എന്താണെന്ന് നമ്മൾ ചോദിക്കും അല്ലേ ഒരാളെ പരിചയപ്പെടുമ്പം. അപ്പോൾ അതങ്ങനെ ചോദിക്കാം, വാസ് സിൻസി ഫോൺ ബെറൂഫ്, വാസ് സിൻസി ഫോൺ ബെറൂഫ്, ബൈ പ്രൊഫഷൻ നിങ്ങൾ എന്താണെന്ന്. അപ്പോൾ നമ്മൾക്ക് ആൻസർ പറയാം ഇഷ് ബിൻ ക്രാങ്കൻ ഷെസ്റ്റർ ഫോൺ ബെറൂഫ്. ക്രാങ്കൻ ഷെസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് പറയാം, ഇഷ് ബിൻ സ്റ്റുഡൻറ്റ് ഓഡ് സ്റ്റുഡൻറ്റിൻ. സ്റ്റുഡൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ സ്റ്റുഡൻറ്റിനെയാണ്. ഇപ്പോൾ ബോയ്സ് ആണ് പറയുന്നതെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയാം, ഗേൾസ് ആണ് പറയുന്നതെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ നോക്കൂ, അടുത്ത നോക്കൂ, ഇഷ് ബിൻ ആസ്റ്റ് ഓഡ് ഏസ്റ്റിൻ. ആസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ഡോക്ടേഴ്സിനാണ് പറയുന്നത്, ഏസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഡോക്ടേഴ്സാണ്, ഒരു ഡോക്ടറിനെയാണ് പറയുന്നത്. എല്ലാ പ്രൊഫഷൻ്റെ കേസിലും സെയിം ഇതുപോലെ തന്നെയാണ് പറയുക, അതായത് ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് ആയിട്ടാണ് പറയുക. അപ്പോൾ നമ്മളിപ്പം പറയുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഡോക്ടറിനെ മെയിൽ ഡോക്ടറും ഫീമെയിൽ ഡോക്ടറും എല്ലാം ഡോക്ടർ തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ അതിന് രണ്ടിനും 2 വേർഡ്സാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.